अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം കിളിപ്പാട്ട് വ്യാഖ്യാനത്തിലെ 76-ാം ദിവസമായ ഇന്ന് പാഞ്ചാലി സ്വയംവരത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടു ആ പഞ്ചപാണ്ഡവന്മാർ അവിടെ ബ്രാഹ്മണവേഷത്തിൽ വന്നിരിക്കുന്നത് കൃഷ്ണൻ തൻ്റെ ജ്യേഷ്ഠന് കാട്ടിക്കൊടുത്തു എന്നുള്ളത് വരെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അവിടെ ആ സമയത്ത് വാദ്യനാദങ്ങളൊക്കെ മുഴങ്ങി ആ ദൃഷ്ടദ്യുമ്നൻ്റെ പ്രസ്താവനയൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് ആ വില്ലെടുത്ത് കുലയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അവരങ്ങനെ പോന്നു. ആ ചേതിരാജാവായ ശിശുപാലൻ അവിടെ ചെന്നു വില്ലെടുത്ത് കുലയ്ക്കാൻ ഒരുമ്പെട്ടു. അപ്പോഴേക്കും വേർത്ത് കുളിച്ച് അതെടുത്ത് പൊക്കിയപ്പോൾ തന്നെ വേർത്ത് കുളിച്ച് പോന്നു എന്ന് പറയാണ്. പിന്നെ പോയത് ആ ജരാസന്ധനാണ്. ചക്യാർകൂത്തിലൊക്കെ വളരെ രസമായിട്ട് വർണ്ണിക്കുന്ന ഭാഗമാണ് ജരാസന്ധൻ്റെ വില്ലെടുക്കൽ. ആ ജരാസന്ധൻ വില്ലെടുത്ത് പൊക്കി. ജരാസന്ധൻ മഹാകരുത്തനാണ്. പക്ഷെ ആ വില്ലെടുത്ത് ഉയർത്തിയോട് വലിക്കാൻ ശ്രമിച്ചതോടുകൂടി അദ്ദേഹം വീണു എന്നും അദ്ദേഹത്തിൻ്റെ പല്ല് ഒഴിഞ്ഞുപോയി എന്നൊക്കെയാണ് പറയാറ്. അപ്പം അങ്ങനെ ജരാസന്ധൻ പരാജയപ്പെട്ടു പോയി. അദ്ദേഹവും നാണിച്ചു പോന്നു എന്ന് പറയാണ്. പിന്നെ ശല്യർ പോയി. എവിടേക്ക്? ശല്യരും പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ബ്രാഹ്മണരെല്ലാവരും കൂടി ഇവരെ കളിയാക്കാൻ തുടങ്ങി എന്ന് പറയണം. വലിയ വലിയ കേമന്മാരാണ് എന്നാണ് ഈ രാജാക്കന്മാരൊക്കെ പറയുന്നത്. പക്ഷെ കണ്ടില്ലേ, എല്ലാവരും ഇതാ ഈ വില്ലെടുക്കാൻ പോലും പറ്റുന്നില്ല. കല്ലും സ്വർണവുമൊക്കെയാണ് ഇവരുടെ വലിയ ഇത് എന്ന് പറയുന്നു. ആ ദുര്യോധനൻ പോലും ഇതാ പീഡിതനായിട്ട് കിടക്കുകയാണ്. ജരാസന്ധൻ നാണം കെട്ട് പല്ലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ബ്രാഹ്മണന്മാരെ ഇവരെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ആ അർജുനൻ അത് ആ ബ്രാഹ്മണരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്, ഈ ക്ഷത്രിയന്മാർക്ക് ഈ വില്ല് കുലയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താവും ഇവിടുത്തെ കഥ? ഈ കന്യകയുടെ വിവാഹം നടക്കില്ല. നമ്മളാണെങ്കിൽ ദക്ഷിണയൊക്കെ സ്വീകരിച്ച് വിവാഹം നടക്കട്ടെ എന്നൊക്കെ അനുഗ്രഹമൊക്കെ നൽകിയവരാണ്. ഈ രാജാക്കന്മാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മളിലാരെങ്കിലും ഇത് ഏറ്റെടുത്ത് ആ വില്ല് കുലച്ച് ഈ യുവതിയുടെ വിവാഹം നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിനൊന്നും ശക്തിയില്ലാതായി തീരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ അർജുനൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ആ ബാണം വീണ്ടും ശരിയാക്കി വയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടു. അവിടെ നിന്ന് ആ സജ്ജനസഭയെയൊക്കെ വന്ദിച്ചുകൊണ്ട് ആ അർജുനൻ അവിടേക്ക് പുറപ്പെട്ടു എന്ന് പറയണം. അപ്പോൾ ആ ബ്രാഹ്മണരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആ മേൽപ്പുടവയൊക്കെ എടുത്ത് വീശി ആ അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി എന്ന് പറയാണ്. ഇത് ഒരു ബ്രാഹ്മണകുമാരൻ കുറച്ച് അഹങ്കാരമല്ലേ ചെയ്യാൻ പോകുന്നത്? ഇത്രയും കേമന്മാരായ രാജാക്കന്മാർക്ക് സാധിക്കാത്ത കാര്യം ഈ കേവലനായ ബ്രാഹ്മണകുമാരൻ ചെയ്യാൻ ശ്രമിച്ച് അവസാനം നാണം കെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നാണക്കേടാവില്ലേ? ആ ശല്യരും കർണരും ഇങ്ങനെയുള്ളവർക്കൊന്നും സാധിക്കാത്ത ആ വില്ല്
ഈ കേവലം തപസ്സനായ ഒരാൾക്ക് കഴിയുമോ എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറഞ്ഞു. എന്തായാലും ഇയാൾക്ക് എന്തോ അസുഖമുണ്ട്, ഭ്രാന്താണ് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇവനെ ആ രാജാക്കന്മാരൊക്കെ കൂടി ബന്ധിക്കും. അതിന് നമുക്ക് എന്ത് വേണം? പെണ്ണിനെ ഇവന് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ യന്ത്രമെയ്ത് മുറിച്ചു എന്നായാലും നല്ലത്. ഇനി എന്തെല്ലാം ദോഷങ്ങളുണ്ടായാൽ നമുക്കും ചിലപ്പോൾ അതുകൊണ്ട് അപകടമുണ്ടായി വരാം. വേദങ്ങൾ കൊണ്ടൊന്നും യാതൊരു ഫലവുമില്ലാതായി വരാം. എന്തായാലും ഇവനെ കണ്ടാൽ ഒരു യോഗ്യനാണെന്ന് തോന്നുന്നുണ്ട്, നല്ല കരുത്തൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവൻ ഒരുപക്ഷെ ഇത് സാധിച്ചിരിക്കാം. പിന്നെ ബ്രാഹ്മണന്മാർക്ക് ഈ കൈക്കരുത്ത് മാത്രമല്ലല്ലോ, മന്ത്രശക്തിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. അതുകൊണ്ട് ഇയാൾക്ക് സാധിച്ചു എന്ന് വരാമെന്നൊക്കെ ഇവരിങ്ങനെ പരസ്പരം സംസാരിച്ചു എന്നിടയ്ക്ക് പറയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം അർജുനൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആദ്യം ആ ഭഗവാനെ മുഖത്ത് നോക്കി, പിന്നെ അഗ്രജന്മാരോടൊക്കെ അനുവാദം വാങ്ങി എല്ലാവരെയും ഒന്ന് കടാക്ഷിച്ച്, അനിയന്മാരെയൊക്കെ ഒന്ന് കടാക്ഷിച്ച് ആ രംഗത്തെ പ്രവേശിച്ചിട്ട് ആ ദ്രോണാചാര്യരെ ആദ്യം നമസ്കരിച്ചു എന്ന് പറയാണ്. അതിനുശേഷം ആ വില്ലെടുത്തു, 5 അമ്പങ്ങളും തൊടുത്തു, ഒരുപോലെ എയ്തു. കാണികളൊക്കെ അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ചാപം പൊട്ടിച്ച് പൊടി തുടച്ച് വിലച്ച് കുലച്ച് 5 ബാണങ്ങളും എയ്ത് ആ യന്ത്രവും മുറിച്ച് നിന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ആ അർജുനൻ നിൽക്കുന്ന കണ്ടപ്പോഴേക്കും രാജാക്കന്മാർക്കൊക്കെ ദേഷ്യം വന്നു തുടങ്ങി. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ആ പാഞ്ചാലി ദേവി മാലയുമായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലയിട്ടു. അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ അർജുനന് ആ ദ്രൗപദിയോടും കൂടി ആ ബ്രാഹ്മണരോടും ഒക്കെ കൂടി ആ രംഗത്തിൽ നിന്ന് നിർഗമിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. ആ രാജാക്കന്മാരൊക്കെ കോപത്തോടും വെറുപ്പോടും കൂടി അവരുടെ നേരെ പുറപ്പെട്ടെങ്കിലും ആ പാഞ്ചാല മഹാരാജാവ് തൻ്റെ വലിയ സൈന്യത്തിനോടുകൂടി തന്നെ അർജുനനെ ആ ബ്രാഹ്മണന് സഹായത്തിനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.